എന്തുകൊണ്ടാണ് ഇറാഖിനെ ആക്രമിച്ചിട്ടും ഇറാനെ ആക്രമിക്കാതെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലാണ് ഈ ട്രംപിന്റെ 2 ആഴ്ചത്തെ ഡെഡ്ലൈൻ കിടക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഈ 2 ആഴ്ച കഴിഞ്ഞാലും ട്രംപ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഫോർദോ, നതാൻസ്, എസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർത്തു. ആക്രമണം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഈ 2 ആഴ്ച കഴിഞ്ഞാലും ട്രംപ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ദാവൂദ് സാർ, ഗസയെ ആക്രമിച്ചതുപോലെ ആയിരിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇസ്രായേൽ തകരില്ലേ? ഗുഡ് ക്വസ്റ്റ്യൻ. യു ആർ എ ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. അല്ല, ഇസ്രായേൽ തകരുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യയിലെ ഈ മിത്രങ്ങളല്ലാതെ, സംഘീയ പ്രൊഫൈലുകളല്ലാതെ ലോകത്ത് കാര്യങ്ങൾ കാണുന്ന എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് അത് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഇത് ഇസ്രായേൽ പ്രതീക്ഷിച്ചതല്ല, അമേരിക്ക പ്രതീക്ഷിച്ചതല്ല, ലോകം തന്നെയും പ്രതീക്ഷിച്ചതല്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഈ സർപ്രൈസ് അറ്റാക്ക് ഉണ്ടല്ലോ, ഇവരുടെ കേണൽസിനെയും മിലിറ്ററി ലീഡർഷിപ്പിനൊക്കെ കൊന്നുകളഞ്ഞത് ഇറാൻ തകർന്നു പോയി, അല്ലെങ്കിൽ ഇറാൻ സ്തംഭിച്ചു പോയി എന്ന് കരുതിയവരാണ്, ഈവൻ ഇറാൻ അനുകൂലിക്കുന്ന ആളുകൾ പോലും. പക്ഷേ വിതിൻ ഡേയ്സ് ഇറാൻ ആ ഒരു സംഗതി തിരിച്ചു പിടിക്കുന്നതും അവർ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതാണ് നമുക്ക് കാണുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ അവർ അനുഭവിച്ചിട്ടില്ലാത്ത, അവർ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തെരുവുകളിൽ സംഭവിക്കുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. അങ്ങനെ സംഭവിക്കുന്നുള്ള അമേരിക്കൻ മിലിറ്ററി എക്സ്പേർട്സ് പോലും ടെലിവിഷനിൽ വന്ന് പറയുന്നു. അത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് കട്ടായം പറഞ്ഞ് അർമാദിക്കുന്ന ഒരു കൂട്ടരേ ലോകത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിലെ മിത്രങ്ങൾ മാത്രമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലാണെങ്കിലും, ഒരു പബ്ലിക് പെർസെപ്ഷൻ്റെ ലെവലിലാണെങ്കിലും, ആൻഡ് മിലിറ്ററി ലെവലിലാണെങ്കിലും ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ആ ഷിഫ്റ്റ് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇറാൻ ഇസ്രായേൽ ഈ ഫേസ് ഓഫിനെ നമ്മൾ കാണേണ്ടത്. അത് ഒരു പുതിയൊരു ലോകക്രമത്തിലേക്ക്, വേറൊരു ലോക സംവിധാനത്തിലേക്കുള്ള ഒരു ത്രഷോ, അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് ആയിട്ടാണ് ഞാൻ ഈ സംഭവത്തെ, ഈ പുതിയ സംഗതിയെ കാണുന്നത്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. ഇറാനെ പറ്റി അമേരിക്കയ്ക്കും ലോകത്തിനും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അറിയാൻ പാടില്ല എന്നറിയാവുന്ന കാര്യങ്ങളുണ്ട്. നോൺ അൺനോൺ എന്ന് പറയും. തങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നറിയാം. ഈ അറിയാൻ പാടില്ല എന്നറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. അവർക്ക് മിസൈൽ ടെക്നോളജി അവരുടെ വളരെ നന്നായിട്ട് മിസൈൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് എന്നവർ അറിയാം. അവരുടെ കയ്യിൽ പലതരത്തിലുള്ള മിസൈൽസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് അമേരിക്കയ്ക്കോ ലോകത്തിനോ കൃത്യമായി അറിയില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അതറിയില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ് ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ വന്ന് വീഴുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുവരെ ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയൺ ഡോമിന് തടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ. പക്ഷെ അതങ്ങനെയല്ല. അവർ അതിൻ്റെ ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടത്. ഇനിയും ഒരു ആക്രമണം ഉണ്ടായാൽ തടയാനുള്ള മിസൈൽസ് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ അവരുടെ മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചു, അവരുടെ മിസൈൽ ഫാക്ടറികൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെരിഫൈഡ് വാർത്തകളല്ല, അവരുടെ ക്ലെയിം മാത്രമാണ്. എന്താണ് നശിപ്പിച്ചത്, അവരുടെ എത്ര ശേഷി നശിപ്പിച്ചു എന്ന വിവരങ്ങൾ ആരുടെയും കയ്യിലില്ല. ഇപ്പം ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ആക്രമണം നടത്തിയാൽ വിത്തിൻ 3 വീക്സ് 3 ആഴ്ചയ്ക്കുള്ളെങ്കിലും അവർക്കത് തിരിച്ചെടുക്കാൻ കഴിയുന്ന അത്ര ഡാമേജസ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റിയെക്കുറിച്ചുള്ള ചില അറിവില്ലായ്മകൾ. ആ അറിവില്ലായ്മ അതറിയില്ല എന്നുള്ളത് അമേരിക്കയും ലോകരാജ്യങ്ങൾക്കും അറിയാം. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് അതിന് ഒരതിർത്തിയിൽ ലബനാനിൽ ഹിസ്ബുള്ള, ഒരു വശത്ത് ഹൂത്തികൾ, ഇവിടെ ഹമാസ്, ഇതിനെല്ലാം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ അത് ശരിയാണല്ലോ, ഇങ്ങനെ നറേറ്റീവ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. ഇങ്ങനെ പ്രോക്സികളെ സഹായിക്കുന്നു ഇറാൻ എന്നുള്ളത് അമേരിക്കയ്ക്കും വെസ്റ്റേൺ കൺട്രീസിനും അറിയാം. പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത് അവർക്ക് അറിയില്ല. അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് അറിയാത്തതിൻ്റെ കാരണം ഈ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എലീറ്റ് ക്ലാസ് സൈനിക വിഭാഗമുണ്ട്. ആ സൈന്യം ഒരു ഐഡിയോളജിക്കൽ സൈന്യമാണ്, വെറുതെ ഒരു സൈന്യമല്ല. അത് ഇറാൻ വിപ്ലവത്തിൻ്റെ മൂല്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. അപ്പോൾ ഈ റെജീം ചേഞ്ച് നമ്മളിപ്പോൾ തന്നെ മാറ്റും,
അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സറണ്ടർ എന്നൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പറച്ചിൽ മാത്രമാവുന്നത് നടക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് ട്രംപിന് പോലും അറിയാം. അതുകൊണ്ടാണ്. അപ്പം ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ചില അൺനോൺ കാര്യങ്ങളുണ്ട് ഇറാനെ പറ്റി, ലോകത്തിന് കൃത്യമായ ധാരണയില്ലാത്ത കാര്യങ്ങൾ ആണ് അവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഈ 2 ആഴ്ച കഴിഞ്ഞാലും ട്രംപ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാറുണ്ട്. ഞാൻ വളരെ അമ്പരപ്പിക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇത് ചെയ്യുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കയറി ഈ ആക്രമണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് SKN 2 ആഴ്ച തീരുമാനമെടുക്കാൻ വേണമെന്നാണ്. അത് തന്നെ ഒരു കബളിപ്പിക്കലായിരുന്നു. എന്തായാലും അമേരിക്കയുടെ V2 ബോംബർ വിമാനങ്ങൾ, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇത് ക്യാരി ചെയ്യാനുള്ള ബോംബർ വിമാനങ്ങളാണ് V2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ. അത് 30,000 പൗണ്ടുള്ള ഈ GBU-57 വഹിച്ചുകൊണ്ട് വന്ന് അവർ ബോംബേരിക്കുന്നു. ബങ്കർ ബ്ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബോംബറാണ്. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്, എനിക്കപ്പോഴേ തോന്നി. അപ്പോൾ ബങ്കറുകൾ തകർത്ത് 200 അടി വരെ താഴേക്ക് പോകാൻ പറ്റുന്ന ബോംബുകൾ, അത് ഇസ്രായേലിന്റെ കൈവശമില്ല. അമേരിക്കയോട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും യുദ്ധത്തിൽ പങ്കാളികളാവണമെന്നും ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊക്കെ ഒരു തരം കവചമായിരുന്നു. കാരണം ഇത് അമേരിക്ക അറിഞ്ഞിട്ടാണ് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ, യുദ്ധമായിട്ടില്ല, ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് വ്യക്തമാണ്. 10 ദിവസം ഇസ്രായേൽ ഇറാൻ പോര് ഏറ്റുമുട്ടൽ നടന്നതിൻ്റെ 10ാം ദിനത്തിലാണ് അമേരിക്ക ബോംബർ വിമാനങ്ങളുമായി, അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ ജപ്പാന് സമീപമുള്ള ഗുവാം ദ്വീപിലെത്തി. അവിടെ നിന്നാണ് ഇറാനെ ലക്ഷ്യം വെച്ച് പറന്നത് രാത്രിയിൽ. എന്തായാലും ഇത് ആക്രമിക്കാൻ പോകുന്നുവെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും നമ്മുടെ ഇവിടുന്ന് ഓഫീസിൽ നിന്നും നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഞാൻ പോകുന്നു. ബൈ ബൈ.